മുഖം മോശമായെന്ന് തോന്നിയാൽ അതൊന്ന് മിനുക്കാൻ നോക്കാം. അതിനായി ഒരു പത്ര അഭിമുഖം തരപ്പെടുത്താം. പക്ഷെ മുഖ്യമന്ത്രിയുടെ ദ ഹിന്ദു അഭിമുഖം ഉള്ള മുഖവും നഷ്ടപ്പെടുത്തിയോ? PV അൻവർ, പിണറായി വിജയൻ, P ശശി എന്നിവയ്ക്കപ്പുറം PR-ലെത്തി കേരളത്തിലെ രാഷ്ട്രീയം. ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പിണറായി ഒരു സമുദായത്തെയും മലപ്പുറം ജില്ലയെയും സംഘ് പരിവാർ ഭാഷയിൽ അധിക്ഷേപിച്ചു എന്നാണ് വിമർശനമുയർന്നത്. മുസ്ലിം തീവ്രവാദ ശക്തികൾക്കെതിരെ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമ്പോഴും മലപ്പുറം, കള്ളക്കടത്ത്, രാജ്യദ്രോഹം തുടങ്ങിയവ ചേർത്തുള്ള അഭിമുഖ വാചകങ്ങൾക്കെതിരെ രോഷമുയർന്നു. സംഘ് പരിവാർ മെഗഫോണാണെന്നും അന്തർധാരയെന്നും വിമർശനം. ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിൽ. തലക്കെട്ടുകളിൽ CPM സംഘ് പരിവാർ ബന്ധം നിറയുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ മുസ്ലിം തീവ്രവാദികൾ ഉണ്ടെന്ന്. ADJP RSS കൂടിക്കാഴ്ചയെപ്പറ്റി ചിലർ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് മുഖ്യമന്ത്രി ഹിന്ദു അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. ഈ അഭിമുഖത്തിലാണ് മലപ്പുറവും കള്ളപ്പണവും രാജ്യദ്രോഹവും വിഷയമായത്. പിണറായിക്ക് മുൻപ് CPM നേതാക്കളായ VS അച്യുതാനന്ദനും കടകംപള്ളി സുരേന്ദ്രനും അടക്കം മലപ്പുറത്തെ മൊത്തമായി അധിക്ഷേപിച്ചിരുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ ഉയർന്ന വിജയം നേടിയപ്പോൾ VS പറഞ്ഞു കോപ്പി അടിച്ചിട്ടാണ് അവർ ജയിച്ചതെന്ന്. തെരഞ്ഞെടുപ്പിൽ തോറ്റ സന്ദർഭത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന്. ഉള്ളിൽ വർഗീയത ശരിക്കുമുള്ളത് ആർക്കാണെന്ന ചോദ്യമുയർത്തുന്ന പ്രസ്താവനകൾ. അക്കൂട്ടത്തിൽ ഇപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന് കീഴിൽ ആഭ്യന്തര വകുപ്പ് മലപ്പുറം ജില്ലയെയും ഒരു സമുദായത്തെയും ഉന്നമിടുന്നു എന്ന ആക്ഷേപം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നത്. സംഘ് പരിവാറിൻ്റെ വാദം, സംഘ് പരിവാറിൻ്റെ ഭാഷ. വിശദീകരണം തൊട്ടു പിന്നാലെ വന്നെങ്കിലും ഫലം ചെയ്തില്ല. കാര്യം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയതോടെ ആഘാതം കുറക്കാനുള്ള ശ്രമങ്ങളായി. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന് കുറിപ്പ് കൊടുത്തു. വിവാദ വാചകങ്ങൾ മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പറഞ്ഞതല്ല എന്ന് അതിൽ ചൂണ്ടിക്കാട്ടി. മലപ്പുറം എന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് ഈ കുറിപ്പിന് ഹിന്ദു മറുപടി കൊടുത്തു. അത് മറ്റൊരു ആഘാതമായി. മുഖ്യമന്ത്രി പറയാത്തതെന്ന് ചൂണ്ടിക്കാട്ടിയ ഭാഗം അദ്ദേഹം അഭിമുഖത്തിൽ പറയാത്തത് തന്നെയെന്ന് ഹിന്ദു പത്രം സമ്മതിച്ചു. അത് അഭിമുഖമായി അച്ചടിക്കപ്പെടാൻ ഇടയായത് ഇങ്ങനെയാണ്. പബ്ലിക് റിലേഷൻസ് അഥവാ PR ഏജൻസിയായ കൈസൻ അഭിമുഖം തരാമെന്ന് പറഞ്ഞ് പത്രത്തെ ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു. ഹിന്ദു ലേഖിക അഭിമുഖം നടത്തുമ്പോൾ ആ PR കമ്പനിയുടെ 2 പ്രതിനിധികൾ ഇരുന്നിരുന്നു. അവർ അവിടെ ഇരുന്നത് പത്രത്തിൻ്റെ ആളുകളെന്ന നിലക്കല്ല, മുഖ്യമന്ത്രിയുടെയും PR കമ്പനിയുടെയും കൂട്ടത്തിലായിരുന്നു എന്നാണ് ഹിന്ദു വിശദീകരണത്തിലെ സൂചന. അഭിമുഖത്തിന് ശേഷം അവരിലൊരാൾ കൂട്ടിച്ചേർക്കാനായി എഴുതി തന്നതാണ് മുഖ്യമന്ത്രി പിന്നീട് നിഷേധിച്ച വാചകങ്ങളെന്നും ഹിന്ദു വിശദീകരിച്ചു. ഇങ്ങനെ ചേർത്തത് മാധ്യമ സദാചാരത്തിന് നിരക്കാത്തതായി ഖേദിക്കുന്നു എന്ന് എഡിറ്റർ. ഹിന്ദുവിൻ്റെ ഏറ്റുപറച്ചിൽ മുഖ്യമന്ത്രിയുടെ പക്ഷക്കാർ നന്നായി ഉപയോഗപ്പെടുത്തി. മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടേതല്ല, മാപ്പ് പറഞ്ഞ് ദ ഹിന്ദു എന്ന് ദേശാഭിമാനി വിസ്തരിച്ച് വിശദീകരിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ ദേശാഭിമാനി അർത്ഥവത്തായ മൗനം പുലർത്തി. ഹിന്ദുവിൻ്റെ ക്ഷമാപണക്കുറിപ്പ് വിസ്തരിച്ച് ഉദ്ധരിച്ചപ്പോഴും അതിലെ കാതലായ ഭാഗം ഒഴിവാക്കി. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് PR ഏജൻസി കൂട്ടിച്ചേർക്കാൻ പറഞ്ഞതാണ് മലപ്പുറം വാചകങ്ങൾ എന്നത് ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൻ്റെ മർമ്മമാണ്. PR ഏജൻസിയെ പറ്റിയുള്ള ആ പ്രധാന ഭാഗമാണ് ദേശാഭിമാനി ഒഴിവാക്കിയത്. ദേശാഭിമാനി പറഞ്ഞതിനേക്കാൾ വാചാലമായി പറയാതെ ഒഴിവാക്കിയ ഭാഗം. എല്ലാം ഉദ്ധരിച്ചു, മർമ്മം മാത്രം വിട്ടുകളഞ്ഞു. അർത്ഥവത്തായ തമസ്കരണം. ഈ ഒഴിവാക്കൽ തന്നെ ഒരു ഏറ്റുപറച്ചിലല്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടല്ല PR ഇടപെടലെങ്കിൽ ഹിന്ദുവിനെതിരായ ശക്തമായ ആയുധമാക്കാമായിരുന്നു അത്. എന്തുകൊണ്ട് ദേശാഭിമാനി ആ ഭാഗം മറച്ചുവെച്ചു? ഏതായാലും ഹിന്ദുവിൻ്റെ വിശദീകരണം മറയാക്കി മുഖ്യമന്ത്രി വിഷയം പെട്ടെന്ന് ക്ലോസ് ചെയ്തു. പിന്നീട് വാർത്താ സമ്മേളനത്തിൽ താൻ ഒരു PR ഏജൻസിയെയും നിയോഗിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ആ അർദ്ധ നിഷേധത്തിന് എടുത്ത കാലതാമസവും റിലയൻസ് ഉദ്യോഗസ്ഥനായ TD സുബ്രഹ്മണ്യൻ്റെ ഇടപെടലും ദുരൂഹമായി തുടരുന്നു. തന്നെയുമല്ല, അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ മലപ്പുറം ഹവാല കള്ളപ്പണക്കണക്ക് മുൻപൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് PR കമ്പനിക്കാർ അഭിമുഖത്തിൽ ചേർപ്പിച്ചത്. മറ്റൊരു ചോദ്യം,
മുഖ്യമന്ത്രി അറിയാതെയാണെങ്കിൽ മലപ്പുറം രാജ്യദ്രോഹം എന്നെല്ലാം അദ്ദേഹത്തിൻ്റെ വായിൽ ഇട്ടുകൊടുക്കാൻ കുതന്ത്രം പ്രയോഗിച്ച PR ഏജൻസിക്കോ പത്രത്തിനോ എതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി അറിയാതെയായാലും ബന്ധപ്പെട്ട PR ഏജൻസി മലപ്പുറത്തെ ദുഷിച്ചുകൊണ്ടുള്ള വാർത്ത പത്രങ്ങളിൽ പ്ലാന്റ് ചെയ്യാൻ കുറച്ച് മുൻപും ശ്രമിച്ചിരുന്നു. പല മാധ്യമങ്ങളും ആ വാർത്ത എടുത്തില്ല. എടുത്തവർ മലപ്പുറം പരാമർശം ഒഴിവാക്കിയിരുന്നു. ഇതിൽ പിന്നീടാണ് ഹിന്ദു പത്രത്തെ ഉപയോഗിച്ച് ഈ വാർത്ത പ്ലാന്റ് ചെയ്തത്. മുഖ്യമന്ത്രി പറയാത്ത ഭാഗം കൂട്ടിച്ചേർത്തത് ആര് എന്ന് പത്രം പറയുന്നില്ല, മുഖ്യമന്ത്രി ചോദിക്കുന്നുമില്ല. തന്ത്രപരമായ മൗനമാണ് പാർട്ടി പത്രമായാലും നേതാക്കളായാലും ഇതിൽ പുലർത്തുന്നത്. മുഖ്യമന്ത്രിക്ക് PR-ന്റെ ആവശ്യമില്ല എന്ന് ഒരു പൊതുതത്വം ഒഴുക്കൻ മട്ടിൽ ധാരാളമായി വിളംബരം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഹിന്ദു അഭിമുഖത്തിലെ ഇടപെടലിനെ പറ്റി മൗനം തുടരുകയാണ്. ഒരു ഭാഗം ശരിയാകുമ്പോൾ മറ്റൊരു ഭാഗം പൊളിയുന്ന അവസ്ഥ. ഇത് ഒരു PR ദുരന്തം തന്നെ. വിശദീകരിക്കും തോറും ചോദ്യം ബാക്കിയാകുന്ന, അണയ്ക്കും തോറും കൂടുതൽ പുകയുന്ന അവസ്ഥ. തുടക്കം ഇത്ര സങ്കീർണമായിരുന്നില്ല. മുഖ്യമന്ത്രി മലപ്പുറത്തെപ്പറ്റി വ്യാജ ആരോപണം ഉന്നയിച്ചു എന്ന് വിമർശനം വരുന്നു, അത് തിരുത്തിക്കുന്നു. അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ പത്രം വിശദീകരിച്ചതോടെ പുറത്ത് കണ്ടതിലധികം അളയിൽ എന്ന അവസ്ഥയായി. ഇത് വെറും ഒരു രാഷ്ട്രീയ വിവാദം മാത്രമല്ല. വസ്തുതാവിരുദ്ധമായിട്ടും മലപ്പുറത്തെ മോശമായി കാണിക്കാൻ സൂക്ഷ്മമായ ആസൂത്രണത്തോടെ മുഖ്യമന്ത്രിയെ വരെ ഉപകരണമാക്കിക്കൊണ്ട് ഉന്നതങ്ങളിൽ പിടിപാടും മാധ്യമങ്ങളിൽ സ്വാധീനവുമുള്ള ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? അഭിമുഖത്തിൽ മലപ്പുറം ചേർത്തത് ആര്? ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വിവരങ്ങൾ മറ്റൊരു PR ഏജൻസി വഴി കൊടുത്തതാര്? ഇപ്പോഴും പരസ്പരം നിഷേധം വിതരണം ചെയ്യുന്നവർ എന്താണ് ഒളിക്കുന്നത്? ഭരണപക്ഷ മാധ്യമങ്ങൾ വല്ലാതെ ആത്മനിയന്ത്രണം പാലിക്കുന്നത് എന്തുകൊണ്ട്? PRD ഉണ്ടായിട്ടും PR ഏജൻസികളെ നിയമിക്കുന്നത് എന്തിന്? അഭിമുഖത്തിന് പോലും മേൽനോട്ടം വഹിക്കുന്ന PR ഏജൻസിക്കാരുടെ ലക്ഷ്യമെന്ത്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ, വിശദീകരണങ്ങളില്ല, സുതാര്യതയില്ല, താൽപ്പര്യങ്ങൾ വ്യക്തമല്ല, കഥാപാത്രങ്ങൾക്ക് തെളിച്ചമില്ല. പബ്ലിക് റിലേഷൻസ് വലിയൊരു നിഗൂഢ വ്യവസായമാണ്. വിവാദമാകുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. PR എന്ന കോർപ്പറേറ്റ് വ്യവസായം ചില്ലറക്കാരനല്ല. യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൂട്ടർ. ഭരണകൂടങ്ങളെ മറിച്ചിട്ടിട്ടുണ്ട്. സദ്ദാം ഹുസൈനെതിരെ അമേരിക്കക്കാരെ തിരിക്കാൻ ബുഷ് ഭരണകൂടത്തിനു വേണ്ടി കുവൈത്തി യുവതിയെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിച്ചത് ഹിലൻ നോൾട്ടൺ എന്ന PR കമ്പനിയായിരുന്നു. മറ്റവസരങ്ങളിലും വ്യാജ പ്രചാരണത്തിന് വേറെയും PR കമ്പനികളെ ഉപയോഗിച്ചിട്ടുണ്ട്. സദ്ദാമിനെ വിഡ്ഢിയാക്കി കാണിക്കാനായി ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് മിമിക്രി ചെയ്യിച്ചിട്ടുണ്ട് മറ്റൊരു PR ഏജൻസി. വാർത്താലോകത്തെ കൊട്ടേഷൻ സംഘമാണ് പല PR കമ്പനികളും. ഇടത് സർക്കാരിൻ്റെ തലപ്പത്തുള്ളവർക്ക് ഈ മുതലാളിത്ത രീതി ആവശ്യമുണ്ടോ? PR ഉണ്ടാക്കി തരുന്ന വ്യാജ പ്രതിച്ഛായ ആവശ്യമുണ്ടോ? രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, മാധ്യമങ്ങൾക്കും ധാർമ്മിക വെല്ലുവിളി ഉയർത്തുന്നുണ്ട് PR സംസ്കാരം. എല്ലാ സിദ്ധാന്തങ്ങൾക്കും ചോദ്യങ്ങൾക്കും അപ്പുറം ഒരു തീർച്ച ബാക്കി നിൽക്കുന്നു. മുഖ്യമന്ത്രിയെ ഉപയോഗിച്ച് ആപൽക്കരമായ ഒരു PR പ്രചാരണം ഇവിടെ നടന്നു. അതിൽ മുഖ്യമന്ത്രി മാത്രമല്ല, പത്രവും ഉൾപ്പെട്ടു.